ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ എന്താ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു. സാരമില്ല, നമ്മളപ്പം രാവിലെ പുറത്തോട്ട് പോവാണ്. എന്നിട്ട് നമ്മൾ റെഡി ആയിട്ട് ഞാൻ പഠിച്ച ആ ഒരു സ്കൂളിൻ്റെ അത് വഴിയാണ് പോയത്. അപ്പം ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ അമ്മയ്ക്ക് വയ്യായിരുന്നു, അപ്പം എനിക്കും ഇടയ്ക്ക് വെച്ച് വയ്യാണ്ട് വന്നു. അപ്പം നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ കയറി മരുന്നെല്ലാം മേടിച്ചിട്ടാണ് പോയത്. പിന്നെ പോകുന്ന വഴിയില്ല, നിങ്ങൾ നോക്കും, എൻ്റെ മോൻ എന്ത് രസമാണ്. എനിക്കിങ്ങനെ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് രസമാണെന്ന് നോക്കി, ആ ഒരു മരങ്ങളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാണാനും എന്ത് രസം, അടിപൊളിയായിട്ടില്ല. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് മറ്റേ കോടയൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു വഴിയിലൊന്നും അധികം അങ്ങനെ ഒത്തിരി വീടൊന്നും ഇല്ല, കുറച്ച് വീടൊക്കെ ഉള്ളൂ. അപ്പം എനിക്കത് കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ല രസമല്ലേ, നമുക്ക് ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പോയിട്ട് ജസ്റ്റ് വീഡിയോ എടുക്കുമ്പോഴാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കും. എനിക്കെന്തോ ഒരു ഇതൊക്കെ പോലാണ്. ഇവിടെ ഇങ്ങനെ ഒത്തിരി ആൾക്കാരും ഇല്ല, നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ റീൽസ് എടുക്കാം, ഫോട്ടോഷൂട്ട് നടത്താം, എന്ത് വേണേൽ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, റബ്ബറും തോട്ടം. എൻ്റെ ദൈവമേ, എന്ത് രസമാണ് കാണാനായിട്ട്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് ഇവിടെ വന്നായിരുന്നു. എന്നിട്ട് നമ്മൾ അന്ന് വന്നപ്പം മഴയായിരുന്നു, ഇത്രയും വെയിലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അന്ന് ഭയങ്കരമായിട്ട് കോടയൊക്കെ നമുക്ക് കറക്റ്റായി കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതാ വെയിലാണ് അത്യാവശ്യം. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി അത്ര നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം ഇതാണ് നമ്മൾ വന്ന വീട്. ഇതെൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അന്നും നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒഴുകുന്ന ഒരാറ്. ഇതിൻ്റെ അപ്പുറത്തൂടെ വേറൊരു ആറും കൂടെ ഉണ്ട്. അങ്ങനെ രണ്ടാറും കൂടെ ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരുമിച്ചിട്ട് താഴത്തേക്ക് ഒരാറായിട്ട് അങ്ങനെയാണ് പോകുന്നത്. ഞാൻ എന്നിട്ട് പിന്നെ കുറേ നേരം അന്ന് എനിക്ക് അങ്ങനെ ഒത്തിരി നേരമൊന്നും വെള്ളത്തിലൊന്നും ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ എല്ലാ കേടും ഞാൻ ഇന്ന് വന്നപ്പോഴത്തേനും തീർത്തിട്ടുണ്ട്. കാരണം എനിക്ക് നീന്തലൊന്നും അറിയത്തില്ല, പക്ഷേ ഇതിനകത്ത് അത്രയും വെള്ളമില്ലല്ലോ, നിങ്ങൾ കണ്ടില്ല. അന്ന് നമ്മൾ വന്നപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം മഴയൊക്കെ കുറവല്ലേ, അതുകൊണ്ട് കുറവാണെന്നല്ല, പെയ്യുന്നുണ്ട്, എന്നാലും ഒത്തിരി വലിയതായിട്ട് പെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ വെയിലൊക്കെ വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളം നല്ല കുറവുണ്ട്. അതുകൊണ്ട് നമുക്ക് മുട്ടപ്പം പോലെയില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കിടന്ന് ഡാൻസും കളിച്ച്, വെള്ളം കോരി അങ്ങോട്ടും ഇങ്ങോട്ടും കോരിയൊക്കെ കളിച്ച് കുറേ നേരം വെള്ളത്തിൽ തന്നെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2-2.5-3 മണിക്കൂർ ആ വെള്ളത്തിൽ കൂടെ ഞാൻ കളിച്ചു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഇത് തന്നെ പണി. എനിക്കറിയാൻ മേല, ഞാനങ്ങനെ ഒത്തിരി പ്രാവശ്യമൊന്നും അങ്ങനെ പോയിട്ടില്ല ഇവിടെ. പക്ഷെങ്കിൽ ഇപ്പം കുറച്ച് തവണ പോയിട്ടുള്ളൂ. ആ ഒരു കുറച്ച് തവണ പോയ ആ ഒരു ഇതിൽ എനിക്കറിയാമല്ലോ, എനിക്ക് സീരിയസ്ലി എനിക്ക് നല്ലവണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെയുള്ള സ്ഥലമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ അങ്കിളാട്ടോ. അപ്പം പണി കഴിഞ്ഞിട്ട് വരിക. വെട്ടാൻ പോയിട്ട്, വെട്ടാൻ മീൻസ് മറ്റേ ഇത് റബ്ബർ വെട്ടൂലേ, റബ്ബർ വെട്ടാൻ വേണ്ടി പോയിട്ട് വരിക. അപ്പോൾ അതാണ് അവരുടെ വീട്. ഞാൻ എന്നിട്ട് അങ്ങോട്ടൊരു കവറൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കയറി പോവാം കേട്ടോ. മീൻസ് നമ്മുടെ ചെടിയുടെ അകത്തിടാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് തോന്നുന്നു ഒത്തിരി കാലം നമ്മൾ ഇറക്കിയില്ല, നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പം നമ്മൾ ഒരു കുറച്ച് കാലമൊക്കെ നമ്മൾ പിറകിക്കൊണ്ടൊന്ന് കുറേ വട്ടം ഞാൻ വീഴാൻ വേണ്ടി പോയിട്ടോ. വെള്ളം കുറവാണെങ്കിലും ഒഴുക്ക് നല്ലോണം ഉണ്ട്. അത് മാത്രമല്ല, ചില കല്ലയിലൊക്കെ നമ്മൾ ചവിട്ടുമ്പോഴത്തേനും ഉണ്ടല്ലോ തെന്നി അങ്ങോട്ട് പോവും. കുറേ വട്ടം ഞാൻ തെന്നിപ്പോയി. എന്നാലും ഞാൻ കുഴപ്പമൊന്നുമില്ല, കാരണം എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വെള്ളമല്ലേ ഉള്ളൂ, ഒന്നും പറ്റൂലെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഇതൊന്നും ഇല്ലായിരുന്നു. ഇതുപോലത്തെ കുറേ കല്ല് നമ്മൾ പറക്കി കേട്ടോ. കുറേ കുഞ്ഞു കല്ലൊക്കെ നമ്മൾ പറക്കിയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള കുറേ കല്ലൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതെല്ലാം നമ്മൾ പറക്കിയിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ടോ. ഇതുപോലത്തെ കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട്. എൻ്റെ ദൈവമേ, നമ്മൾ കണ്ണടച്ചിട്ട് ഇപ്പോൾ ഒരു കല്ലെടുത്താലും ഉണ്ടല്ലോ അതിങ്ങനെ ഇരിക്കുക. എൻ്റെ ദൈവമേ, എനിക്കറിയാൻ മേല എന്താ അങ്ങനെ. എന്നാൽ ഇത് ആറാണ്, എനിക്കറിയാൻ മേല. എൻ്റെ ദൈവമേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്നിട്ട് കുറച്ച് കല്ലൊക്കെ പെറുക്കി വെച്ചിട്ട് ഞാൻ പിന്നെ
കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി, വെള്ളമൊക്കെ കണ്ട് റബ്ബറും തോട്ടത്തിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നല്ല രസത്തിൽ നടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടെന്ന് അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. എന്നിട്ട് ആ പള്ളിയിൽ നമ്മൾ ഇന്നും വന്നിട്ട് നമ്മൾ പള്ളിയുടെ അകത്ത് കയറി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഇന്ന് ചെന്നപ്പോൾ അവിടുത്തെ ആ അച്ഛൻ, അതിൻ്റെ മുകളിലൊരു സ്കൂളെന്തോ ഉണ്ട്, അവിടുത്തെ അച്ഛൻ ഇങ്ങനെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്, ടീച്ചർ. അപ്പം അവിടെ ആ അച്ഛൻ ഇങ്ങനെ പിള്ളേരെ പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടു കേട്ടോ. അത് മാത്രമല്ല, അതിൻ്റെ ആ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇതൊക്കെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ ഇതാണ് കറക്റ്റ് ആ പള്ളി, കണ്ടോ? നല്ല രസമില്ലേ കാണാനായിട്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു മരമൊക്കെ നിൽപ്പുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു ഇതിൽ തന്നെയാണ് മറ്റേ ആ ഒരു അച്ഛൻ പിള്ളേരെ പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ പിന്നെ അവരെ ഡിസ്റ്റർബ് ആക്കണമെന്ന് ഓർത്തിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അന്നേരം തന്നെ ഇങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഒരു വീഡിയോ എടുത്തു. പിന്നെ പിന്നെ അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് മറ്റേ ഒരു റോബിൻ എന്ന് പറയുന്നൊരു ബസ്സുണ്ട്, ആ ബസ് ഇങ്ങനെ വരുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ ഓർത്ത് അതിൻ്റെ ഒരു വീഡിയോയും കൂടി എടുക്കാം. പിന്നെ ആ ബസ്സിൽ അവരൊക്കെ എന്നെ ചിരിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടക്ടറും ഡ്രൈവറും എല്ലാം എന്നെ ചിരിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് അങ്ങനെ ചെറിയൊരു മറ്റേ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളൊരു സ്ഥലം കണ്ടു കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേ നമ്മൾ നോക്കി വെച്ച സ്ഥലമായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ അവിടെ കയറാമെന്നും പറഞ്ഞിട്ട് വന്നതാണ്. അപ്പം ഇതാണ് സ്ഥലം, തൂക്കുപാലം, ഇല്ലിക്കുന്ന് തൂക്കുപാലം എന്നാണ് ഈ തൂക്കുപാലത്തിൻ്റെ പേര്. അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 6 പേരിൽ കൂടുതൽ ഒരേ സമയം കയറല്. അതുമാത്രമല്ല, കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൂക്കുപാലമല്ലേ, അതിൻ്റെ അടിയിൽ മറ്റേ ആറല്ലേ, അപ്പം എന്തെങ്കിലും ഒരു അപകടം എന്തെങ്കിലും ഉണ്ടായാലോ അതിൻ്റെ ആ ഒരു ഇതിൽ വേണ്ടിയിട്ട് അവരവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരമൊക്കെ നടന്നു. എനിക്ക് തൂക്കുപാലത്തിൽ കൂടെ നടന്നപ്പോൾ എനിക്ക് ഒന്നാമത് എൻ്റെ ഫോൺ പുതിയ ഫോണാണ്, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു വീഡിയോയും കൂടെ എടുത്തപ്പോൾ എങ്ങാനും അതിൻ്റെ ഇടയിൽ കൂടെ താഴോട്ടെങ്ങാനും പോയാലോ. പിന്നെ എന്നാലും ഞാൻ ഓർത്തു പോകത്തില്ല എന്നും വിചാരിച്ചെടുത്ത്. പിന്നെ ആ ഒരു ഉപ്പനെ കണ്ടോ, ആ ഉപ്പൻ നമ്മൾ വന്നപ്പോൾ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വട്ടം പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് അതിൻ്റെ കൂട് വല്ലതും അതിൻ്റെ അവിടെ വല്ലതും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ അങ്ങോട്ടും മൊത്തത്തിൽ മറ്റേ ഇതാട്ടോ, എന്താ പറയുക, മറ്റേ പൈനാപ്പിളില്ലേ, പൈനാപ്പിളിൻ്റെ കൃഷി അങ്ങോട്ട് മൊത്തത്തിൽ അതാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് റോഡൊക്കെ കാണാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പിന്നെ ഞാൻ ഓർത്തു, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അവിടെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇനി ആരെങ്കിലും പോവണ്ടെന്ന് അവിടെ ആരെയും കണ്ടില്ല, ഇനി അങ്ങോട്ട് പോവില്ലെന്ന് ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകേണ്ടിരുന്നാൽ പോലെ, നമുക്ക് തിരിച്ചു പോരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയി നിൽക്കി. എൻ്റെ മോനെ, ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇത്ര അടുത്ത് കാണുന്നത്. നമ്മൾ അമ്മ അവിടെ നിൽപ്പുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ബട്ട് ഓക്കെ ഇത്രയും അടുത്ത് ഇത്രയും പൈനാപ്പിൾ കൃഷി ഞാൻ കണ്ടിട്ടില്ല. അപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ നിന്ന് മറ്റേ പേരയ്ക്കൊക്കെ പറിച്ച് കഴിച്ചായിരുന്നു. ഇതാട്ടോ നമ്മൾ കാണിച്ച് ഇത്രയും ഹൈറ്റിലുണ്ട് ആ ഒരു സംഭവം. പിന്നെ നമ്മൾ ഇങ്ങനെ വന്നപ്പം ഇവിടെ ഒരു കുഞ്ഞ് വാവേനെ കണ്ടു, നന്ദു എന്നാണ് പേര്. എന്നിട്ട് ആൾ ഭയങ്കര ഒരു ഇതാട്ടോ, ഒത്തിരി കമ്പനി ആവുന്ന പോലും ഇല്ല. ഞാൻ ഓർത്തു പെട്ടെന്ന് തന്നെ കമ്പനി ആവുമായിരിക്കുന്നു, പക്ഷേ കമ്പനി ആവുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് എന്നാലും അത്ര ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ബേക്കറിയിലൊക്കെ കയറി. എനിക്ക് നല്ല മഴയും കൂടെ അല്ലേ, അതുകൊണ്ട് ഷേക്ക് കുടിക്കാൻ തോന്നി. എന്നിട്ട് ഷേക്കൊക്കെ കുടിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ കയറി വന്നപ്പോഴത്തേനും രാത്രിയായി. അതിൻ്റെ കൂടെ നല്ല മഴ മൊത്തം നനഞ്ഞാണ് കയറി വന്നത്.